നമസ്കാരം. PSC ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനെ പറ്റിയുള്ള ഒരു സുപ്രധാന വാർത്ത കഴിഞ്ഞ ദിവസം PSC അറിയിച്ചിരുന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ഡിസംബറിലുണ്ടാകും. കുറച്ചധികം മാറ്റങ്ങൾ ഇത്തവണത്തെ പരീക്ഷ മുതൽ PSC നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു 3 ഘട്ടമായി നടക്കുന്ന പരീക്ഷയാണ്. പ്രിലിംസും മെയിൻസിനോടൊപ്പം തന്നെ അഭിമുഖവും ഇന്റർവ്യൂവും ഇത്തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉള്ളതായി ഞങ്ങളെ അറിയിച്ചിരുന്നു. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പഠന രീതി, ഇത് ഇന്റർവ്യൂ പാടായിരിക്കുമോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ടെലിഗ്രാം ചാനലിലും മറ്റൊക്കെ ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ പല കൺസേൺസിനുമുള്ളൊരു ഉത്തരം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായി ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഉള്ളത് മാത്യു സാറാണ്. മാത്യു സാർ PSC ടോക്സിൽ നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു തരുന്ന നമ്മുടെ സാറാണ്, അധ്യാപകനാണ്. സാർ ഇതിനു മുൻപ് ഒട്ടനവധി കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ PSC UPSC മത്സര പരീക്ഷ രംഗത്ത് അധ്യാപനം നടത്തിയ പരിചയ സമ്പത്തുള്ള വ്യക്തിയാണ്. മാത്യു സാറിൻ്റെ ക്ലാസ് കൂടിയിട്ടുള്ള പലരും ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിലും സിവിൽ സർവീസിലും ഒക്കെ ഉയർന്ന റാങ്കുകൾ നേടിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. ഞാനും സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ സാർ 2021 വെൽക്കം സാർ, വെൽക്കം ടു ദ ഷോ. അപ്പം നമ്മളിന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പരീക്ഷയെ പറ്റിയുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ കുറച്ചധികം കൺസേൺസിന് ഉത്തരം നൽകാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടോക്ക് ഷോയിലൂടെ അവരുടെ ആ ഒരു നിങ്ങളുടെ കൺസേൺസ് ഒക്കെ മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. കൺസേൺസ് അല്ല സ്നേഹ, ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഭയങ്കര എൻത്യൂസിയാസ്റ്റിക് ആയിട്ട് ഏറ്റെടുക്കേണ്ട ഒരു വാർത്തയാണ് ശരിക്കും പറഞ്ഞത്. കാരണം നമുക്ക് ഒത്തിരി ശുഭസൂചനകൾ ശരിക്കും പറഞ്ഞ് ഈ പരീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന ലിസ്റ്റിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ കറക്റ്റായിട്ട് എന്ന് ലിസ്റ്റ് ഔട്ടാക്കുമെന്ന് വരെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് PSCൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനായിട്ടുള്ളതാണെങ്കിൽ ഈ പരീക്ഷ തുറന്ന സാധ്യതകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ട് മാറണം. കാരണം കേരളത്തിലെ ഇപ്പം നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയില്ലേ, പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേരളത്തിലെ ഭരണസ്ഥിരാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്, സെക്രട്ടേറിയറ്റാണ്. അപ്പം സെക്രട്ടേറിയറ്റിലേക്ക് നിങ്ങൾക്കൊരു ഡയറക്റ്റ് എൻട്രി നൽകുന്ന ഒരു പരീക്ഷയാണിത്. ഇപ്പം അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റായിരിക്കും ആദ്യം ഇവർക്ക് കിട്ടുക. അത് സെക്രട്ടേറിയറ്റിലാകാം, അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിലാകാം, AG's ഓഫീസിലാകാം. അങ്ങനത്തെ ഏറ്റവും ടോപ്പ് പവർഫുൾ പൊസിഷൻസിലേക്ക് ഒരു എൻട്രി ലെവൽ പോസ്റ്റാണ് ബേസിക്കലി സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എന്ന് പറഞ്ഞ സപ്പോർട്ട് തുറന്നിടുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൽ ഇവരുടെ സാലറി സ്കെയില് നിർദ്ദേശം നോക്കി 27,800 തൊട്ട് 59,400 വരെയുള്ള ബേസിക് പേ ആണെന്ന് പറയുന്നത്. ബാക്കി ആനുകൂല്യം കൂടി വരുമ്പോഴത്തേനും ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്രയും ഡീസൻ്റ് ആയിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ട് ഒരു ജോലി ഓഫർ ചെയ്യുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്നാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടത്. ഇനിയിപ്പം പ്രൊമോഷൻ്റെ ഒരു കേസ് തന്നെ എടുത്താൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കുറഞ്ഞൊരു 10 വർഷം എടുക്കും ഇവർക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട്. 10 തൊട്ട് 15 വരെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ കിട്ടുന്ന സെക്ഷൻ ഓഫീസർ പറഞ്ഞാൽ അസ്മിൽ നിന്ന് ഡയറക്റ്റ്ലി സെക്ഷൻ ഓഫീസർ വെസ്റ്റേൺ റാങ്കാണ്. അവിടുന്ന് പിന്നെ അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി. ഇനി ചെറുപ്പത്തിൽ കയറുവാണെങ്കിൽ ഒരു കൺഫേർഡ് IAS ഓപ്പർച്യൂണിറ്റി വരെ ശരിക്കും അവർ തുറന്നിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വിദ്യാർത്ഥികൾ, എനിക്കിപ്പോൾ നിങ്ങൾ ഫുൾ എൻത്യൂസിയാസത്തോടു കൂടി തന്നെ ഈ പരീക്ഷനെ ശരിക്കും പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യണം. സോ കൺസേൺസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുക. കൺസേൺസിൻ്റെ അവിടെ ഒരു എൻത്യൂസിയാസം കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നമ്മൾ പണ്ട് പറയുമായിരുന്നു പാവപ്പെട്ടവരുടെ സിവിൽ സർവീസ് എന്നാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം അറിയപ്പെടുന്നത്. അതെ, കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും പവർഫുൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥരാണ്. IAS ഉദ്യോഗസ്ഥർ കഴിഞ്ഞാൽ ഏറ്റവും പവർഫുൾ പ്രഷർ ഗ്രൂപ്പ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാണ്. അതായത് നാട്ടിലെ പോളിസീസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആൻഡ് മലയാളിയുടെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരം ഇഷ്ടമാണ്. പവർ കയ്യിലുള്ളത് അഭിമാനമായിട്ട് കാണുന്നൊരു വിഭാഗമാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മോട്ടിവേഷൻ ഇവർക്ക് ആർക്കും പറയേണ്ട കാര്യമില്ല. ആൻഡ് ഈ പവറിനെ പറ്റിയിട്ട് പറയുമ്പോൾ സ്നേഹ, എനിക്ക് മറ്റൊരു ആംഗിളും കൂടി പറയാനുണ്ട്. കാരണം ഇത് അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള പരീക്ഷയായിരിക്കും. ആൻഡ് ഇത് പ്രിലിംസ് വരുന്നു, മെയിൻസ് വരുന്നു, ഇൻ്റർവ്യൂ വരുന്നു. പക്ഷേ അത് ഒരു കൊല്ലത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യകതയും ശരിക്കും പറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. ആൻഡ് അങ്ങനെ
മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ പവർ ഒരു മോശം സംഭവമല്ല. നിങ്ങൾക്ക് മനുഷ്യരുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നെങ്കിൽ അധികാരം ഉണ്ടായിരിക്കണം. ആൻഡ് അങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിൽ അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പവറിനെ എന്തോ മോശമായിട്ട് കാണുന്നത്. സോ നിങ്ങൾ സമൂഹത്തിൽ ശരിക്കും ജെനുവിനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണെങ്കിലും അതൊരു പർപ്പസ് ആയിട്ട് കണ്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. നമ്മൾ പണ്ട് പറയുന്നൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നല്ലോ, നല്ലവരുടെ നിഷ്ക്രിയത്വമാണ് ദുഷ്ടരുടെ ദുഷ്ടതയേക്കാൾ ഏറ്റവും അധികം പ്രശ്നമാകുന്നത്. നല്ല മനുഷ്യനാണോ സീരിയസ് ആയിട്ട് ഇതിന് പ്രിപ്പയർ ചെയ്യാം, ഉയർന്ന റാങ്കിൻ്റെ ആദ്യത്തെ മാസങ്ങൾ തന്നെ അഡ്വൈസിലേക്ക്. ഞാൻ ഓണത്തിനിടയ്ക്ക് പൂട്ടകച്ചവടാണെന്ന് വിചാരിക്കരുത് സാർ. ഈ അധികാരത്തിന്റെ കാര്യം പറഞ്ഞപ്പം മലയാളത്തിൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് PYQയിൽ കാണുന്ന വൈലോപ്പള്ളിയുടെ ഒരു ഈരടിയുണ്ട്, അധികാരം കൊയ്യണം ആദ്യം അതിന് മേലാകട്ടെ പൊന്നാരി. അപ്പൊ ഈ കാണുന്ന ഉദ്യോഗാർത്ഥികൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഈ PSC അധ്യാപന രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ കാണുമ്പം കേൾക്കുമ്പോഴേ മുൻപ് നമ്മുടെ ഈ പഴയ ക്വസ്റ്റൻസിലോട്ട് കണക്ഷൻ പോവുകയാണ്. സോ പവർ ഒരു മോശം കാര്യമല്ല, പവർ പൊളിറ്റിക്സും മോശമായ കാര്യമല്ല. അപ്പോൾ നമുക്ക് അധികാരം ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. സോ ബാക്ക് ടു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ. ഓക്കെ, പിന്നെ നോട്ടിഫിക്കേഷനിൽ എനിക്ക് പിള്ളേരെ കൺസേൺസ് ഞാനും കുറച്ച് കണ്ടായിരുന്നു. ഇപ്പോൾ സ്നേഹനെ കാണിച്ചപ്പോൾ പരീക്ഷ മാത്രമല്ല ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നൊരു കാര്യം കൂടി ഇത്തവണത്തെ അതൊരു സർപ്രൈസായിട്ട് PSC വെച്ചതാണ്. ഇൻ്റർവ്യൂവിൻ്റെ കാര്യമാണെങ്കിലും വിദ്യാർത്ഥികൾ ആദ്യം പോകുന്നത് UPSC എന്നിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ UPSC തലത്തിലേക്കൊന്നും നമ്മുടെ PSCൻ്റെ ഇൻ്റർവ്യൂ പോകാറില്ല. ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് PSC ഒരു കോർപ്പറേറ്റ് ബോഡി അല്ല, ലാഭമുണ്ടാക്കുന്നതല്ല ഗവൺമെൻറ്റിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് ഇൻ്റർവ്യൂ പോലെ ഈ കാൻഡിഡേറ്റ്സിനെ വിളിച്ചിരുത്തി അവരെ ഫയർ ചെയ്യുന്ന, അവരെ മുൾമുന്നിൽ നിർത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് PSCൻ്റെ ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് റെഗുലറായിട്ട് PSC ഇൻ്റർവ്യൂസ് നടത്താറുണ്ട്. ഇപ്പം സ്നേഹയാണെങ്കിൽ SI ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത റാങ്ക് ലിസ്റ്റിലുള്ള ഒരാളാണ്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര പോർട്ടിയിലല്ലായിരുന്നു? വളരെയധികം. നമുക്കൊരുപാട് പേടി സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക്. അന്നത്തെ ദിവസം എനിക്ക് രാവിലെ 7:30 എനിക്ക് അവിടെ ചെല്ലേണ്ട ദിവസം. നമ്മുടെ PSC ഹെഡ്ക്വാർട്ടേഴ്സ് പട്ടത്തായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാകും. പക്ഷേ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ടെൻഷനെ ഹൈഡ് ചെയ്ത് നിങ്ങളുടെ ആത്മവിശ്വാസം മുഖത്ത് കൊണ്ടുവരുന്നോ അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇപ്പം നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം അറിയണമെന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അതിലെനിക്ക് 2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവും. ഒന്ന്, ഇനി നിങ്ങൾ അക്കാഡമിക് ബ്രില്യൻസ് പ്രൂവ് ചെയ്യാനായിട്ടില്ല. നമ്മുടെ അക്കാഡമിക് കേപ്പബിലിറ്റി നമ്മൾ പ്രിലിംസിലും മെയിൻസിലും നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഇപ്പം PSC ബോർഡിലുണ്ടായിരുന്ന റിട്ടയറായ പല ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആ വ്യക്തികളൊക്കെ മീറ്റ് ചെയ്യുമ്പോഴത്തേനും അവർ ശരിക്കും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. എൻ്റെ ഒരു മാഡം എന്നോട് പറഞ്ഞാണ് അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴത്തേനും മാക്സിമം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം രാവിലെ പല സ്ഥലത്തു നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ്. അവർ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനെങ്കിലും അങ്ങനെ ഉദ്യോഗാർത്ഥികളെ ടേക്ക് കെയർ, അങ്ങനത്തെ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ടാണ് PSCയിലെ ബോർഡ് പലപ്പോഴും ആക്ട് ചെയ്തത്. സോ നിങ്ങളൊരു പ്ലെസൻ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഇവരെന്നൊക്കെ പറഞ്ഞാൽ നോർമലി ഒരു ഇതല്ല, ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. ശരിക്കും അങ്ങനത്തെ മനുഷ്യരുമായിട്ട് ഇടപെടാൻ നിങ്ങൾക്ക് ലൈഫിൽ ആകെ കിട്ടാൻ പോകുന്ന 15 മിനിറ്റാണ്. സോ അത്രേ ഉള്ളൂ, 15 മിനിറ്റേ നിങ്ങൾക്ക് അങ്ങനത്തെ മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ആംഗിളൊന്നും ഒരു സൈക്കോളജിക്കലി ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ ആർക്കും ഒരു പ്രശ്നമായിട്ട് മാറത്തില്ല. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഡെയിലി പത്രം വായിക്കാൻ ശ്രമിക്കാം. കാരണം അപ്ഡേറ്റഡ് ആണോ എന്ന് വേണമെങ്കിൽ അവർ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്ന് അവർ ചോദിക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ വന്നിരിക്കുന്ന ഗ്രാമം, നിങ്ങൾ വന്നിരിക്കുന്ന ജില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സ്, ഇനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോ. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ അതാർക്കും, കാരണം പഠനം നമ്മൾ ആരും സീരിയസ് ആയിട്ട് കാണാറില്ല. പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകളെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും ചോദ്യങ്ങൾ അവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് വെറും 15 മിനിറ്റ് സമയമേ ഉള്ളൂ. നല്ല മനുഷ്യരായിരിക്കും നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പ്ലസൻ്റ് ആയൊരു കമ്മ്യൂണിക്കേഷൻ, കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ ശ്രമിക്കുക.
നല്ല മാർക്ക് വരും. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു SI മോഡലിലായിരിക്കും മിക്കവാറും ഇതും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ SI മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ 20 മാർക്കിന് അല്ലേ? 20 മാർക്കിനാണ്. പക്ഷെ നമ്മളല്ല 20 മാർക്ക് മേടിക്കാൻ ഇത് സ്കൂൾ എക്സാം ഒന്നും അല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം 13 നല്ല മാർക്കാണ്. 13 13 ഈസ് കൺസിഡേർഡ് എ വെരി ഗുഡ് മാർക്ക്. നിങ്ങൾ പ്ലസൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ 12 നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ റാങ്കിൽ ഈ പറയുന്ന പോലത്തെ വേരിയേഷൻസും ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവരത്തില്ല. കാരണം ഏറ്റവും കുറഞ്ഞത് 8 മാർക്ക് വരും, കൂടുതൽ 13 വരെ പോകാം. ഈ ഒരു 11, 12, 13 ഇതാണ് ഒരു മിനിമം റേഞ്ച് എല്ലാവർക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ മാതൃഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ UPSC പോകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് അവർ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വരുന്നത്, അങ്ങനെയൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഈവൻ അവരറിയാതെ ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിലും മലയാളത്തിൽ സംസാരിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ട് മലയാളത്തിൽ സംസാരിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. കാരണം ഇത് കേരള സംസ്ഥാനമാണ്, നമ്മുടെ ഭരണഭാഷ മലയാളമാണ്. അതൊരു കുറച്ചിലായിട്ടല്ല നമ്മുടെ ഭരണവർഗം കാണുന്നത്. സോ അങ്ങനെ ആവശ്യമില്ലാതെ ഭയം എടുത്ത് മനസ്സിലേക്ക് വെച്ച് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റിനെ കളയാണ്ടിരിക്കുക. മലയാളത്തിൽ സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 1 മാർക്ക് കുറയാനും പോകുന്നില്ല, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കൂടാനും പോകുന്നില്ല. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ യാതൊരു ടെൻഷനും വെക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനൊരു 3 വർഷമായിട്ട് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിൽ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അവർ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ തന്നെയാണ്, ഫ്രഷേഴ്സാണ്. അവരോട് ചോദിച്ച കാര്യങ്ങൾ, നിങ്ങളൊരു വനിതാ SI ആകുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരും? നമ്മുടെ രാജ്യത്ത് സ്ത്രീധന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഇതൊന്നും നമ്മൾ എവിടെയും പഠിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതെ, അതാണ് നിങ്ങൾ ആരാണ്, ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് അവർ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. പിന്നെ അവർ നിങ്ങൾ ചോദിക്കുന്നതിന് ഇടയ്ക്ക് കയറി നിങ്ങളെ അങ്ങനെ മറ്റേ നമ്മൾ ഈ പേഴ്സണാലിറ്റി ഇന്റർവ്യൂ, നമ്മൾ ഈ കോൺടെസ്റ്റുകൾ കാണുന്ന പോലത്തെ പരിപാടി ഒന്നും ഇല്ല. ഈ പണ്ട് MTVക്കകത്ത് റോഡീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. സോ ആ മോഡലുള്ള ഇന്റർവ്യൂ അല്ല, റാപ്പിഡ് ഫയറും അല്ല, ഇത് 15 മിനിറ്റ് സംസാരം. ആ സംസാരത്തിലൂടെ നിങ്ങൾ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് പോരും. ജസ്റ്റ് പത്രം വായിക്കുക, അത് നമ്മൾ നോർമൽ കേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം മനസ്സിൽ നിന്നും കളയുക. ഗൈഡൻസ് തരാനായിട്ട് PSC ടോക്സിന് ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങളോട് അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആവുകയോ വേണ്ട. നിങ്ങൾ വറീഡ് ആകുന്നത് പ്രിലിംസ് ആൻഡ് മെയിൻസ് ആണ്. കാരണം അവിടെ ആണ് ശരിക്കും പറഞ്ഞാൽ റിയൽ ഗെയിം ഇരിക്കുന്ന കോമ്പറ്റീഷൻ വരുന്നത്. പ്രിലിംസിൻ്റെ ഇതാണെങ്കിൽ ആകെ 1.25 മണിക്കൂറേ ഉള്ളൂ. 1.25 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ ചെയ്യണം. കട്ട് ഓഫ് അത് തന്നെ. GS ഒക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് മാത്രമല്ല, അസേഷൻ, റീസൺ, അങ്ങനത്തെ ഇതിലേക്കെല്ലാം PSC കടന്നിരിക്കുന്നു. 1.25 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ ചെയ്ത് കട്ട് ഓഫ് ഇപ്പോൾ 50 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നോർമൽ നോമായിട്ട് മാറിയിരിക്കുന്നു. സോ വർക്കൗട്ട് ചെയ്യുക. മെയിൻസിലേക്ക് വരുമ്പോഴത്തേനും LSGS മോഡലാണ് ഇത്തവണ വന്നിരിക്കുന്നത്. 2 പേപ്പർ, മെയിൻ എക്സാമിനേഷന് 2 പേപ്പർ. അതിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൻ്റെ വെയിറ്റേജ് 30 കാണത്തുള്ളൂ. ബാക്കി എല്ലാം തന്നെ പുതിയ ടോപ്പിക്സ് ആയിരിക്കും. ആൻഡ് അവിടെ ഒരു കാര്യം പറയേണ്ടത്, അവിടെയും കുറച്ച് പേരുടെ ഒരു കൺസേൺസ്, ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്, എങ്ങനെയായിരിക്കും സിലബസ് അല്ലെങ്കിൽ പേപ്പർ 2 എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഇപ്പോഴേ ബേജാറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്, ഓർത്താൽ മതി. കാരണം ആദ്യമായിട്ടാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 2 പേപ്പറുള്ള ഒരു മുഖ്യ പരീക്ഷ നടത്തുന്നത്. ആൻഡ് ഈ പുതിയ സിലബസ് വരുമ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്, ആദ്യമായിട്ടൊരു സിലബസ് ആയിട്ട് PSC വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ളതായിരിക്കും. ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷ പുതിയ സിലബസ് ആയിരുന്നു, എളുപ്പമായിട്ടാണ്. SIയുടെ പരീക്ഷ പുതിയ സിലബസിൽ ചോദിച്ചു, എളുപ്പമായിരുന്നു. എന്നാൽ 2023-24 വന്നപ്പോഴത്തേന് എന്ത് പറ്റി, ടഫായിട്ട് ചോദിച്ചു. അപ്പം എനിക്ക് ആ ബിഗിനേഴ്സിലൊക്കെ മാക്സിമം ഉപയോഗിക്കുക. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് ഒരു പരിധിയിൽ കൂടുതൽ ടഫായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമുള്ളൂ, സിലബസ് കവറേജ്. അത് മാക്സിമം ട്രൈ ചെയ്യുക. അല്ലാതെ ഒത്തിരി ഡെപ്തിലേക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിലബസ് കവറേജിന് വേണ്ടത് സിലബസ് എന്നാണ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. നമുക്കിപ്പം ഗൂഗിളും നെറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം നോക്കിപ്പോയാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സമയമാണ്. അപ്പോൾ അവിടെ ഒരു സ്മാർട്ട് വർക്കാണ് വേണ്ടത്. എന്താണ് പഠിക്കേണ്ടത്, ആ ബൗണ്ടറി. അതായത് ഇങ്ങനത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 1000 മണിക്കൂർ എടുത്തും പഠിക്കാം, 300 മണിക്കൂർ എടുത്തും പഠിക്കാം. സോ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഗൈഡൻസിൻ്റെ, ഒരു മെൻറ്ററിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് ആ ബൗണ്ടറി വരച്ചു തരാൻ പറ്റും.
നിങ്ങൾ ഇതിനകത്ത് നിന്നാൽ മതി. അത് നിങ്ങളുടെ സമയത്തിൽ തരുന്ന ലക്ഷറി എത്ര വലുതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല. പക്ഷേ ആ പ്രിപ്പറേഷൻ ഫേസിങ്ങിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പ്രതീക്ഷിക്കും. ഒരു മത്സര പരീക്ഷയ്ക്ക് സമയമാണ് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം. അവിടെ മറ്റൊന്നുമല്ല. ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ഇമ്പോർട്ടൻസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം മുമ്പ് റാങ്കിൽ കയറാൻ, അല്ലേ, ജോലിക്ക് കയറാൻ ശ്രമിക്കണം. അത് എനിക്ക് തോന്നുന്നത് ഇത്രയും സ്പീഡിൽ അഡ്വൈസ് മെമ്മോ പോകുന്ന മറ്റൊരു പരീക്ഷയിലാണ്. 2023 പരീക്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഏതാണ്ട് 150 പേര് ജോലിക്ക് കയറി. അഡ്വൈസ് മെമ്മോ വന്ന് അവർ ജോലിക്ക് പ്രവേശിച്ചു. അത്രയും സ്പീഡായിട്ട് എനിക്ക് തോന്നുന്നില്ല PSCയുടെ ചരിത്രത്തിൽ ഇത് കൊടുത്തെന്ന് തോന്നുന്നില്ല. സോ അത് ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. സോ ബി മോട്ടിവേറ്റഡ്. അതും PSC ഇത്തവണ വളരെ സിസ്റ്റമാറ്റിക് ആണ്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട്, ഈ നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരും. 2026 ഏപ്രിൽ 12 പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. 13-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതിൽ നമ്മൾ PSCനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം റെഗുലറായിട്ടാണ് PSC പരീക്ഷ നടത്തി എല്ലാം റിസൾട്ടൊക്കെ ഔട്ടാക്കുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ പിറ്റേ ദിവസം PSC CPOക്ക് വന്നിട്ടുണ്ട്, SIക്ക് വന്നിട്ടുണ്ട്. സന്തോഷിക്കാനായിട്ടൊരു ദിവസം ഫിക്സ് ചെയ്തു, ഏപ്രിൽ 13, 2026. ഇപ്പം 2025 നമ്മുടെ വർഷമാണ്. കാരണം നമ്മുടെ പ്രിലിംസ് എക്സാമും പരീക്ഷകളെല്ലാം തന്നെ അപ്പോഴായിരിക്കും. പ്രിലിംസ് പല ഘട്ടങ്ങളായിട്ട് നടക്കും. മെയിൻസ് നടത്താനായിട്ടുണ്ട്. ഇന്റർവ്യൂ 25 അവസാനം അല്ലെങ്കിൽ 26 ആദ്യം തോടി ഇന്റർവ്യൂ കാണും. അപ്പോൾ 25 നിങ്ങൾക്കൊരു ക്രൂഷ്യൽ വേർഷമാണ്. എൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയുള്ള 2024 2 മാസങ്ങൾ, 2025 കേരള പിറവി നൽകുന്ന ഒരു ഊർജ്ജം, അല്ലേ? ന്യൂ ഇയർ റെസൊല്യൂഷൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നവംബർ 1 തന്നെ ഒരു റെസൊല്യൂഷൻ എടുത്ത് നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അതെ. അപ്പോൾ ഇനി ടെൻഷൻ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം കൃത്യമായിട്ടൊരു ഗൈഡൻസ് ആണ്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണമെന്ന്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് PSC ടോക്സ് 2+1 എന്ന് പറയുന്നൊരു നൂതനമായിട്ടുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം ആസൂത്രണം ചെയ്തത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഫാക്കൽറ്റീസ്, കേരളത്തിലെ തന്നെ മാത്യു സാർ ഉൾപ്പെടെ ഏറ്റവും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ഒരു പൂള് നമുക്കുണ്ട്. ഫാക്കൽറ്റീസ് എല്ലാ ദിവസവും നൽകുന്ന ലൈവ് ക്ലാസ്സസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നത്. കൃത്യമായിട്ട് വിഷയങ്ങളെ, സബ്ജക്ട്സിനെ വിശകലനം ചെയ്തുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ള അധ്യയനം, പഠനമായിരിക്കും, പഠന പ്രക്രിയയായിരിക്കും നമ്മൾ ഈ ഒരു PSC ടോക്സിൻ്റെ 2+1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനോട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസം സാറിൻ്റെ ക്ലാസ്സും 3-ാമത്തെ ദിവസം സാറും മറ്റ് ഫാക്കൽറ്റീസ് മെന്റർഷിപ്പ് തന്നെയാണ്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും, പിന്നെ ഇതുപോലെ നമ്മുടെ PYQ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം നമ്മൾ പറഞ്ഞ് വളരെ വിശാലമായ രീതിയിലുള്ളൊരു പഠന പ്രക്രിയ. അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒരു ബാലികേറാ മലയല്ല, ഒരു ഭഗീരഥ പ്രയത്നവും വേണ്ട. ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുത്ത് പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഹെൽപ്പിന് PSC ടോക്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നമുക്ക് കാണാം. താങ്ക് യു.